കർത്താവിൽ പ്രിയരെ, ഇന്നേ ദിവസം ഇവിടെ വരുന്നതിനും വിശുദ്ധ സംസർഗത്തിൽ വികാരിയച്ഛന്മാരോട് ചേർന്ന് സംബന്ധിക്കുന്നതിനും നിങ്ങളോടെല്ലാവരോടും ഉള്ള കൂട്ടായ്മ ആചരിക്കുന്നതിനും ഇടയായി തീർന്നിരിക്കുന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യൂണിറ്റി സൺഡേ ആയിട്ട് വേർതിരിക്കുവാൻ തക്കവണ്ണം വികാരിയച്ഛന്മാരും ഇടവക ചുമതലക്കാരും ചെയ്തതായുള്ള ക്രമീകരണങ്ങൾക്ക് പ്രത്യേകമായി CSI CNI മാർത്തമ്മ ചർച്ചിൻ്റെ നാമത്തിലുള്ള സന്തോഷവും നന്ദിയും ഞാൻ ഈ അവസ്ഥ അറിയിക്കട്ടെ. നാം ഇന്ന് സുവിശേഷമായിട്ട് വായിച്ചു കേട്ടത് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നിന്നാകുന്നു. അനൻസിയേഷൻ എന്ന് സാധാരണ പറയുന്ന കന്യകമറിയത്തോടുള്ള അറിയിപ്പ്. സഭയെ കന്യകമറിയത്തോടെ പലപ്പോഴും സാമ്യപ്പെടുത്താറുണ്ട്. അതുകൊണ്ട് ഇന്ന് ഈ വേദഭാഗം ധ്യാനിക്കുമ്പോൾ സഭാ ഐക്യത്തിൽ നാം ശ്രദ്ധിച്ചിരിക്കേണ്ടതായുള്ള കാര്യങ്ങൾ എന്ത് എന്ന് ഗ്രഹിപ്പാൻ തക്കവണ്ണം നമുക്കിടയായിട്ട് തീരണം എന്നത്രേ എൻ്റെ ആഗ്രഹം. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 38-ാമത്തെ വാക്യം. ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. Here I am, the servant of the Lord. Let it be with me according to your word. What can an ordinary person do for the glory of God? We always say that we are all very simple and ordinary, and therefore we forget the ways of the Lord and follow our own pattern, normally which the world imparts to each one of us. Virgin Mary is enabling us to understand that great things are possible when we follow the will and purpose of God. കന്യക മറിയം, she was seeking the will of God. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്ന് ആരാഞ്ഞറിഞ്ഞതായിട്ടുള്ള വ്യക്തിയാണ്. ഏഴ് തവണ ലോക ചാമ്പ്യന്മാരായി തീർന്ന ഓസ്ട്രേലിയയുമായി ഇന്ത്യയുടെ വനിതാ ടീം ക്രിക്കറ്റ് കളിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഓസ്ട്രേലിയ ടീം ചോദിച്ചതായുള്ള ചോദ്യം, എത്ര റൺസിന് നമുക്ക് ഈ വനിതകളെ പുറത്താക്കാം എന്നുള്ള ചോദ്യമാണ്. എന്നാൽ അതിനൊക്കെ വിപരീതമായി ജമീമ റോഡ്രിക്സ് എന്ന് പറയുന്നതായിട്ടുള്ള ബാറ്റ്സ് വുമൻ നല്ലതായിട്ട് കളിച്ച് വനിതാ ഹോക്കി ടീമിൻ്റെ തന്നെ, ക്രിക്കറ്റ് ടീമിൻ്റെ തന്നെ ഭാവിയെ നിർണയിക്കത്തക്കവണ്ണം വിജയത്തിലേക്ക് നയിക്കുകയുണ്ടായി. മംഗലാപുരത്തുള്ള കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർന്നതായിട്ടുള്ള ഈ ജമീമ നിങ്ങളുടെ വിജയത്തിൻ്റെ കാരണം എന്താണ് എന്നത് ചോദിച്ചതായിട്ടുള്ള അവസരത്തിൽ വെറും 4 മിനിറ്റ് കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഏതാനും വാക്കുകൾ നാം എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്. ജമീമ പറയുകയുണ്ടായി, ആദ്യമേ ഞാൻ യേശുവിനെ നന്ദി പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വളരെയധികം സ്ട്രെസ്സിലൂടെ കടന്നു പോവുകയായിരുന്നു. അതുകൊണ്ട് എനിക്ക് തന്നെ ഈ ടീമിൽ കളിക്കുന്നതിനോ ജയിക്കുന്നതിനോ സാധിക്കുകയില്ല എന്നത് എനിക്കറിയാമായിരുന്നു. എന്നാൽ ഞാനല്ല കളിച്ചത്. എൻ്റെ അരുമനാഥനായുള്ള കർത്താവാണ് എന്നെ ശക്തീകരിച്ചതും എന്നിലൂടെ വിജയം കൈവരിക്കുവാൻ തക്കവണ്ണം ഈ ടീമിനെ നയിച്ചതും. ബാറ്റ് ചെയ്തുകൊണ്ടിരുന്നതായുള്ള അവസരത്തിൽ തൻ്റെ മനസ്സിലൂടെ കടന്നുപോയതായിട്ടുള്ള വേദഭാഗം പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യമായിരുന്നു. എന്താണ് അവിടെ പറയുന്നത്?
യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ചെങ്കടൽ കടക്കുന്നതായുള്ള അവസരത്തിൽ തങ്ങളെ അനുഗമിക്കുന്നതായുള്ള ഫറവോന്യ സൈന്യത്തെ ഒരു ഭാഗം കാണുകയും മുമ്പിൽ കടൽ കാണുകയും ചെയ്തതായുള്ള ജനം പരിഭ്രാന്തരായിട്ട് തീരുകയാണ്. ആ അവസരത്തിലാണ് ഈ ധൈര്യത്തിൻ്റെ അഷ്വറൻസിൻ്റെ വാക്കുകൾ പറയുവാൻ തക്കവണ്ണം മോശയ്ക്ക് ഇടയായിട്ട് തീർന്നത്. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിപ്പിൻ. ഈ വാക്യമാണ് ജമീമ റോഡ്രിക്സിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത്. നീയല്ല കളിക്കാൻ പോകുന്നത്, കർത്താവാണ് നിനക്ക് വേണ്ടി കളിക്കാൻ പോകുന്നത്, ദൈവമാണ് നിനക്ക് വേണ്ടി കളിക്കാൻ പോകുന്നത്. അത് തൻ്റെ ജീവിതത്തിൽ ആദ്യോടന്തം അനുഭവിപ്പാൻ തനിക്ക് ഇടയായിട്ട് തീർന്നു എന്ന സാക്ഷ്യമാണ് ജമീമ റോഡ്രിക്സ് പറയുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. അപ്പനെയും അമ്മയും തൻ്റെ കോച്ചിനെയും ഒക്കെ നന്ദി പറഞ്ഞ് തൻ്റെ വാക്കുകൾ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ കാതലായിട്ട് പറഞ്ഞതായിട്ടുള്ള വസ്തുത, ഇതെങ്ങനെ സാധിക്കും? എനിക്കൊക്കുകയില്ല, ദൈവത്തിന് സാധിക്കും. സീക്ക് the will of God is the first lesson that we learn from this text, the given portion. Are you willing to be listening to the will of God? Are you willing to be listening to the will of God? മംഗലാപുരത്തുള്ള മാതാപിതാക്കൾ തങ്ങളുടെ ഭവനത്തിൽ പരിശീലിപ്പിച്ചതായിട്ടുള്ള ജമീമയ്ക്കാണ് ഫീൽഡിൽ ഇറങ്ങിയതായിട്ടുള്ള അവസരത്തിൽ ധൈര്യത്തോടു കൂടി ഇത് പറയുവാൻ തക്കമാണ് ഇടയായിട്ട് തീർന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്നതായുള്ള വാത്സല്യമുള്ളവർ, നമ്മളുടെ ഓരോരുത്തരെയും ഭവനത്തിൽ ജനിച്ച് വളർത്തപ്പെടുന്നതായുള്ള മക്കളെ ദൈവമുള്ളവരായും ദൈവത്തിൻ്റെ ഹിതമെന്തെന്ന് ആരാഞ്ഞറിയുന്നവരായും വളർത്തിക്കൊണ്ടുവരുവാൻ നമുക്ക് സാധ്യമായിട്ട് തീരുന്നുണ്ടോ? ഒന്നാമത് ഈ ഭാഗത്തു നിന്ന് നാം പഠിക്കുന്നത് സീക്ക് ദ വിൽ ഓഫ് ഗോഡ് എന്നുള്ളതാണ്. ഇന്ന് നാം വസിക്കുന്നതായിട്ടുള്ള ഈ ലോകത്തിൽ, പ്രത്യേകിച്ച് യൂത്ത് മൈഗ്രേഷനൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതായുള്ള കാലയളവിൽ, നമ്മളുടെ ഹയർ സെക്കൻഡറി കഴിയുന്നതായുള്ള കുഞ്ഞുങ്ങൾ മാതാപിതാക്കളുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഇനി എന്താണ് പഠിക്കേണ്ടത്, എവിടെയാണ് പഠിക്കേണ്ടത്, ഇതെല്ലാം ഞങ്ങൾ പറയാം. അതായിരുന്നില്ല നമ്മളുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ ജീവിതത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും എല്ലാം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് തിരഞ്ഞെടുക്കുന്നതായുള്ള വഴികൾ കൂടെ മക്കൾ നടക്കുക എന്നതായിരുന്നു ജീവിതത്തിൻ്റെ പ്രമാണം. എന്നാൽ അത് ഇന്ന് മാറിയിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുവാനായിട്ട് പോയതായുള്ളൊരു യുവാവ്, ആ കാലത്ത് ഒരു ഡിഗ്രി എടുക്കുക എന്ന് പറയുന്നത് വലിയൊരു പദവിയായിരുന്നു. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ പോയതായുള്ള യുവാവ് അവിടെ ഉണ്ടായിരുന്ന ക്യാമ്പസിൽ ഒരുമിച്ച് കൂടിയിരുന്ന് സുഹൃത്തുക്കളുമായിട്ട് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്നതായിട്ടുള്ള പതിവുണ്ടായിരുന്നു. ദൈവഹിതം ആരാഞ്ഞറിയുവാൻ അന്വേഷിച്ചതായുള്ള യുവാവ് അവസാനിച്ചത് കാർവാറിൽ ഒരു മിഷണറി ആയിട്ട് പോകുന്നതിനായിട്ടാണ്. ഇതേ അവസരത്തിൽ സെറാംബു കോളേജിൽ അന്ന് അവിടെ പ്രിൻസിപ്പാളായി പഠിപ്പിച്ചുകൊണ്ടിരുന്ന സി എബ്രഹാം അച്ഛനോടൊന്നിച്ച് പ്രാർത്ഥിക്കുന്നതായുള്ളൊരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളെ സുവിശേഷമായി ഭാരതത്തിലേക്ക് അയക്കണമേ എന്നാണ് അവർ പ്രാർത്ഥിച്ചത്. തൽഫലമായിട്ട് അവരുടെ ജീവിതത്തിൽ അവർ ചെന്നെത്തിയത് സിഹോറ എന്ന് പറയുന്നതായിട്ടുള്ള സ്ഥലത്താണ്. ഇന്ന് അവിടെ ഒരു ആശ്രമമുണ്ട്. കവിയൂരുള്ള ചില സഹോദരന്മാരെ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചു, ദൈവമേ നിൻ്റെ ഇഷ്ടം എന്തെന്ന് വെളിവാക്കി തരണമേ, അതനുസരിച്ച് പ്രവർത്തിപ്പാനായിട്ടുള്ള കൃപയും നൽകണമേ. ഭാരതത്തിൻ്റെ സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഗ്രാമങ്ങളിലേക്ക് പോകണം എന്നാഗ്രഹിച്ചതായുള്ള യുവാക്കൾ അവർ ചെന്നെത്തിയത് സത്ന എന്ന് പറയുന്നതായുള്ള സ്ഥലത്താണ്. ഇന്ന് അവിടെ ഒരു സ്കൂളും കോളേജും 100 ഏക്കർ സ്ഥലവും ഒക്കെ ഉണ്ട്. ദൈവം അവരെ അവിടേക്ക് അയച്ചു എന്ന ബോധ്യമാണ് അവർക്കുണ്ടായിരുന്നത്. അവർ പോകുന്നതായുള്ള അവസരത്തിൽ അന്നത്തെ മെത്രാപ്പൊലീത്താരുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഞങ്ങൾ പോവുകയാണ്.
അപ്പോൾ തിരുമേനി ഒന്ന് പരതി നോക്കിയതിന് ശേഷം തൻ്റെ കയ്യിൽ കിട്ടിയതായിട്ട് ഒരു 5 രൂപ എടുത്ത് കയ്യിൽ കൊടുത്തതിന് ശേഷം പറഞ്ഞു, മക്കളെ എനിക്കിതേ ഉള്ളൂ തരാൻ. അപ്പോൾ അവർ പറഞ്ഞു, ഇതൊന്നുമല്ല ഞങ്ങൾക്ക് ആവശ്യം, ഞങ്ങളെ വിളിച്ചത് ദൈവമാണ്, ദൈവം ഞങ്ങളെ നടത്തിക്കൊള്ളും. ആ ഒരു വിശ്വാസത്താണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് എന്ന് പറഞ്ഞ് അവർ യാത്ര ചെയ്താണ് മധ്യപ്രദേശത്തിൽ സത്ന എന്ന പ്രദേശത്തെ ചെന്നെത്തുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീർന്നത്. നസ്രയത്തിലെ സാധാരണയായിട്ടുള്ളൊരു പെൺകുട്ടിക്ക് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ലഭിക്കുകയാണ്. എൻ്റെ വിചാരം അവൾ ദൈവഹിതം എന്തെന്ന് ആരാഞ്ഞറിഞ്ഞുകൊണ്ട് ജീവിച്ചതായുള്ളൊരു വ്യക്തിയാണ് എന്നതത്രേ. അവളുടെ ആ കാലഘട്ടത്തിൽ മെസ്സിഹായ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം എല്ലാവരുടെയും താല്പര്യമായിരുന്നു. അതുകൊണ്ട് ഈ പെൺകുട്ടിയും എങ്ങനെയാണ് മെസ്സിഹ, എവിടെയാണ്, ആരിലൂടെയാണ് മെസ്സിഹ വെളിപ്പെടുവാൻ പോകുന്നത് എന്നതൊക്കെ മനസ്സിലിങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരുന്നതായുള്ള വ്യക്തിയാണ്. ആ കന്യകയുടെ അടുത്താണ് ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷനായി പറയുന്നത്, നിനക്ക് കൃപ ലഭിച്ചു, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു എന്നാണ് പറയുന്നത്. നീ അർഹതയില്ലാത്തവളാണ്, എന്നാൽ നിന്നെ അർഹതയുള്ളവളാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം തക്കതായുള്ള ഒരാളെ തിരയുന്നതായുള്ള സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ മെസ്സിഹായുടെ വരവിനായിട്ട് കാത്തിരുന്നതായുള്ള മറിയം എന്നത്രേ ഞാൻ വിചാരിക്കുന്നത്. വിജാതികൾ തിങ്ങിപ്പാർക്കുന്നതായുള്ളൊരു പ്രദേശത്ത് ദൈവഹിതം ആരാഞ്ഞറിയുന്നതായിട്ടുള്ളൊരു കന്യക, അവൾക്ക് നൽകപ്പെടുന്നതായിട്ടുള്ള അഷ്വറൻസ് എന്താണ് എന്ന് ചോദിച്ചാൽ, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ എന്നതാണ്. Seeking the infinity of the possibilities in the hands of God. Seeking the infinite possibilities of God. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നതായുള്ള അവസരത്തിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ തട്ടുകളിൽ അത് എഴുതുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരുമോ? God is sufficient for all my needs. എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാനാകുന്നു സെൻറ്റ് പോൾ പറയുന്നതിൻ്റെ കാരണം അതുതന്നെയാണ്. ഞാൻ ഈ മലബാറിൽ താമസിക്കുന്ന അവസരത്തിൽ വല്ലപ്പോഴും സെൻട്രൽ കേരളയിലേക്ക് വരുമായിരുന്നു. ഒരു പ്രാവശ്യം വന്ന് കോട്ടയത്തുള്ള അരമനയിൽ ഞാൻ താമസിക്കുന്ന അവസരത്തിൽ രാവിലെ 5 മണിക്ക് ഞാൻ ഉണരാനുള്ള കാരണം തൊട്ടടുത്തുള്ളതായുള്ളൊരു ചെറ്റക്കുടലിൽ വൃദ്ധനായിട്ടുള്ളൊരു പിതാവ് എഴുന്നേറ്റ് വലിയ വായിൽ പ്രാർത്ഥിക്കുന്നതായുള്ള പ്രാർത്ഥന കേട്ടുകൊണ്ടാണ്. ആ ദിവസം തൻ്റെ ജീവിതത്തിന് ആവശ്യമായിട്ടുള്ളത് എന്ത് എന്നത് തനിക്കറിയാനായിട്ട് പാടില്ല, തൻ്റെ കയ്യിലൊന്നുമില്ല. എന്നാൽ കുടുംബത്തെ പുലർത്തുവാൻ തക്കവണ്ണം മതിയായതായുള്ള ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കി ആ ദൈവത്തെ ശരണപ്പെടുകയും ദൈവത്തിങ്കിലേക്ക് സകലവും ഫലമേൽപ്പിക്കുകയും ചെയ്യുന്നതായുള്ള ഒരു വ്യക്തിയാണ് എനിക്കവിടെ കേൾക്കുവാനായിട്ട് ഇടയായിട്ട് തീർന്നത്. നമ്മളുടെ അനുദിന ജീവിതത്തിൽ ഇപ്രകാരം ദൈവം എൻ്റെ ആവശ്യങ്ങൾക്ക് മതിയാനാണ് എന്നത് ഉറച്ച് വിശ്വസിച്ച് ആ ദൈവത്തെ അന്വേഷിക്കുവാനായിട്ടും seeking the infinite possibilities that we have in God കണ്ടെത്തുവാനായിട്ടും നമുക്ക് സാധ്യമാണോ എന്നതാണ് ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന രണ്ടാമത്തെ കാര്യം. മൂന്നാമതായിട്ട് മറിയയെ ദൈവം വിളിക്കുന്നതായുള്ള അവസരത്തിൽ തന്നെ സമ്പൂർണമായിട്ട് ദൈവകരങ്ങൾ സമർപ്പിക്കുകയാണ്. ഒന്നും പ്രതീക്ഷിക്കാതെ, ഒന്നും മറുത്തു പറയാതെ, യാതൊരു വ്യവസ്ഥയുമില്ലാതെ, അൺകണ്ടീഷണലായിട്ട് totally surrendering herself to the will and purpose of God. നമുക്ക് ഇത് സാധ്യമായിട്ട് തീരും. ഉടയന് വേണ്ടി മുഴുവനായി നൽകുവാനായിട്ട് താല്പര്യപ്പെട്ടതായുള്ളൊരു വ്യക്തി. നമുക്ക് പിന്നീടുള്ള ചരിത്രമെല്ലാം അറിയാം. യേശു ക്രിസ്തുവിനോടുകൂടെ നടന്നതായിട്ടുള്ള മറിയം കാൽവരി ക്രൂസിൻ്റെ ചുവട്ടിൽ വരെ എത്തുവാനായിട്ട് ഇടയായി തീർന്നതായുള്ള അവസരം, തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതായുള്ളൊരു ദൈവമുണ്ട് എന്നറിഞ്ഞ് ആ ദൈവത്തിൽ ശരണം വയ്ക്കുന്നതായുള്ളൊരു സ്ത്രീയായിട്ട് കന്യകമറിയം തിരികെ അത്രേ ചെയ്യുന്നത്. ഇന്ന് യൂണിറ്റി സൺഡേ ആയിട്ട് നാം ചേർന്ന് വന്നിരിക്കുമ്പോൾ സഭയായിട്ട് നമുക്ക് ഇപ്രകാരം ഒരു വിശ്വാസ സമൂഹമായിട്ട് ഇപ്രകാരം ഈ സ്വഭാവവിശേഷണങ്ങളോടുകൂടി ജീവിക്കുവാനായിട്ട് കഴിയുമോ?
seeking the will of God, seeking the infinite possibilities that we have in God, and thirdly, surrendering totally to the will of God. Surrendering totally to the will of God. യാതൊരു കരാറും കൂടാതെ, മറുത്തു പറയാതെ, യാതൊന്നും തന്നെ പ്രതീക്ഷിക്കാതെ ദൈവം മതിയാനാകുന്നു എന്ന് പറയുന്നതായുള്ള അനുഭവത്തിൽ ജീവിപ്പാനായിട്ട് നമുക്കിടയാകുമോ? കാലം ചെയ്തതായുള്ള തോമസ് മാ അത്തനേഷ്യസ് തിരുമേനി സുവിശേഷ സംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആ മീറ്റിങ്ങിൽ പ്രസംഗിക്കുന്നതിനായിട്ട് വന്ന അവസരത്തിൽ വളരെ ഉറക്കെ പറഞ്ഞതായിട്ടില്ല, അതിനുശേഷം അധികം ജീവിച്ചില്ല, ഉറക്കെ പറഞ്ഞതായുള്ള വസ്തുത പ്രകാരമാണ്: ജീസസ്, ഹി അലോൺ മാറ്റേഴ്സ്. ഗാഡ് അലോൺ മാറ്റേഴ്സ്. ദൈവസന്നിധിയിൽ, ഈ ദേവാലയത്തിൽ ദൈവസാന്നിധ്യം അനുഭവിപ്പാൻ കൂടി വന്നിരിക്കുന്നതായുള്ള പ്രിയമുള്ളവരെ, നമുക്കും ഇത് പറയുവാനായിട്ടിടയാണ്. ജീസസ് അലോൺ മാറ്റേഴ്സ്. ഗാഡ് അലോൺ മാറ്റേഴ്സ്. 3 കാര്യങ്ങൾ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ. സീക്കിംഗ് ദ വിൽ ഓഫ് ഗാഡ്, സീക്കിംഗ് ദി ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ് ദാറ്റ് വി ഹാവ് ഇൻ ഗാഡ്, ആൻഡ് നമ്പർ 3, സറണ്ടറിങ് അവേഴ്സെൽസ് ടോട്ടലി. പിതാവിൻ്റെയും പുത്രൻ്റെയും മഹത്വത്തിനായിട്ട് തന്നെ. ആമേൻ.